വിൻഡോ ഒക്കെ പൊളിച്ചല്ലേ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് അമ്മയുടെ ചേച്ചിയുടെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം 7 മണിയാകുമ്പോഴത്തേന് ഇങ്ങോട്ട് വരണം, എന്തോ സംസാരിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു വരുത്തിയതാണ്. ഇവിടെ വന്നപ്പോഴറിഞ്ഞു ഗ്രിൽഡ് ചിക്കൻ വെക്കാനാണെന്ന്. അറിഞ്ഞില്ല, ഞാൻ വിചാരിച്ചു ആവാഹനം വല്ലതായിരിക്കും. ചുമ്മിക്കൊണ്ട് വന്നേ കിടക്കണമായിരുന്നു. എന്താ ചുമ്മുന്നത് കിട്ടും, നടക്കുന്ന അത്രയും കിട്ടത്തില്ല. ഗ്രില്ലടിക്കാൻ വെച്ചിരിക്കുന്നതാണോ ഈ സാധനം? എന്തൊക്കെ ചേർത്തെന്ന് ചോദിച്ചാൽ ഈ സാധനം ഗ്രില്ലടിക്കാൻ വെച്ചേക്കുന്നതാണോ? റിങ് അതാ കത്തിപ്പോന്നു ചിക്കൻ, തീയൊക്കെ പിടിച്ച്. ഈ റിങ് 2 റിങ് പൊക്കത്തി ചിക്കൻ ഇങ്ങനെ തീക്കകത്തിട്ട് വറുത്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഞങ്ങളുടെ ജോയൽ സാറ്. ജോയൽ സാർ എന്ന് പറഞ്ഞാലും ഞങ്ങളുടെ ചേട്ടനാണ്, അതായത് അമ്മയുടെ ചേച്ചിയുടെ മോടെ ഹസ്ബൻഡാണ്. ചേച്ചി പുറത്താണ്, അബുദാബിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത്. ചേട്ടൻ നേഴ്സാണ്, ചേട്ടൻ ഇപ്പോൾ ലീവിന് വന്നതാണ്. അപ്പം ഞങ്ങൾക്ക് പണ്ട് ചേച്ചിയെ പഠിപ്പിച്ചിട്ടുണ്ട് സാറ്. അപ്പം അങ്ങനെ വിളിച്ച് സാറെന്നുള്ള ശീലമായിപ്പോയി. അങ്ങനെ അവരുടെ ലവ് മാരേജ് ആയിരുന്നു. അപ്പം ചേച്ചി സാറെന്നുള്ള വിളിയൊക്കെ മാറ്റി, പക്ഷേ ഞങ്ങൾക്ക് സാറെന്നുള്ള വിളി മാറ്റാൻ പറ്റുന്നില്ല ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ തുടർന്ന് പോന്നു. അപ്പോൾ ഇത് ചേച്ചിയും ചേട്ടനും കഴിഞ്ഞ ഏപ്രിലായിരുന്നു ഹൗസ് വാമിങ്. പുതിയതായിട്ട് വെച്ച വീടാണ്. അപ്പോൾ അമ്മമാർ രണ്ടും പിള്ളേരെ കളിപ്പിക്കുകയാണ് കേട്ടോ. ഇത് നോഹ, മറ്റേത് നച്ചു. നോഹ അമ്മയുടെ 2ാമത്തെ മോടെ കുഞ്ഞാണ്. അവളാണ് വീഡിയോ കോൾ വിളിക്കുന്നത്, അവൾ സിംഗപ്പൂരാണ്. അപ്പം ഞങ്ങളൊക്കെ ഒരേ പ്രായക്കാരാണ്. ഞാൻ കുറച്ച് ചെറുതാണ്, എന്നാലും ഞാൻ പേരൊക്കെ വിളിക്കുള്ളൂ. ഇതാണ് അമ്മയുടെ ചേച്ചി രമണിയമ്മ. പിന്നെ കണ്ണനും അപ്പൂൻ്റെ പരിപാടി ഉണ്ടോ. അവരവിടെ ഗ്രില്ല് ഉണ്ടാക്കുമ്പോൾ ഞങ്ങളിവിടെ ഭയങ്കര കളിയും ചിരിയൊക്കെ ആയിരുന്നു. ഇടയ്ക്ക് വന്ന് തമാശ പറയലും ഒക്കെയാണ്. ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും ചിക്കൻ വെന്തോന്ന്. പിന്നെ വേഗം അവർ തീർക്കുന്നുണ്ടായിരുന്നു. പിന്നെ അമ്മ ഞങ്ങൾക്ക് ജ്യൂസൊക്കെ ആയിട്ട് വന്നു കേട്ടോ ഇടയ്ക്ക്. അപ്പോൾ ഇത് എബിച്ചേട്ടൻ, ജ്യൂസ് വാങ്ങിച്ചത് എബിച്ചേട്ടനാണ് കേട്ടോ. എബിച്ചേട്ടന് സിംഗപ്പൂരായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ, അവളുടെ ഹസ്ബൻഡാണ് കേട്ടോ, നോഹയുടെ അച്ഛൻ. അപ്പം പിന്നെ ഞങ്ങൾ ഫുൾ ടൈം ഇവൻ്റെ പുറകെയൊക്കെ നടക്കായിരുന്നു ഞാൻ കേട്ടോ. അവരവിടെ ഗ്രില്ല് ചിക്കനൊക്കെ ചുട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറച്ച് കൊണ്ടുതരും ഞങ്ങൾക്ക് കഴിക്കാൻ. ബാക്കിയൊക്കെ അവരവിടെ നിന്ന് കഴിക്കും കേട്ടോ. അങ്ങനെ 11 മണിയായി ഞങ്ങൾ ഫുഡ് കഴിച്ചപ്പോൾ. അപ്പോൾ ഇത് നോഹക്കുട്ടൻ, പിന്നെ അമ്മ അച്ഛന് ചോറ് കൊടുക്കുന്നു, കണ്ണൻ അവിടെ ഇരുന്ന് യൂട്യൂബ് കാണുന്നു. പിന്നെ ചിക്കൻ വറക്കുന്ന ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പോയി നോക്കുന്നുണ്ട്. അങ്ങനെ 11 മണി ആയപ്പോഴത്തേന് ഫുഡൊക്കെ റെഡിയായി. അപ്പം ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ ബീഫ് മപ്പാസ് ഉണ്ടായിരുന്നു. ഹൗസ് വാമിങ്ങിന് വെച്ചത് അടിപൊളിയായിരുന്നു. അപ്പോൾ അത് ഒന്നും കൂടെ അവരോട് തന്നെ ഓർഡർ ചെയ്തു. സൂപ്പറായിരുന്നു കേട്ടോ. അന്നും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ചേട്ടനും ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ അങ്ങനെ വാങ്ങിച്ചാണ് കേട്ടോ. പിന്നെ ബീഫ് മപ്പാസും വെള്ളയപ്പവും ആയിരുന്നു ഫുഡ്. അതിൻ്റെ കൂടെ നമ്മുടെ ചിക്കനും. ചിക്കൻ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് അതേപോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ചേട്ടന് ഇനി കുറച്ച് ദിവസം കൂടെയൊക്കെ ലീവുള്ളൂ. അപ്പോൾ എല്ലാവരുമായിട്ടൊന്ന് കൂടാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇന്നലെ പെട്ടെന്ന് എല്ലാവരെയും വിളിച്ച് വരുത്തിയത്. ഇത് ഞങ്ങളുടെ ഉണ്ണിച്ചേട്ടൻ കേട്ടോ, ഞങ്ങളുടെ ഓൾ ഇൻ ഓളാണ്. ചേട്ടൻ പിന്നെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. ഒന്നും ചെയ്യാതെ വന്നിരുന്ന് ആടുന്നു, എന്നിട്ട് ഉറക്കം അഭിനയിച്ച് കിടക്കുന്നു. ഉറക്കത്തിനിടെ ചിരിക്കുന്നുമുണ്ട്. കിടക്കടാ, അവൻ ഇരുന്നാടണം. വീഴത്തില്ലടാ, അവൻ പേടിയൊന്നുമില്ല. അവൻ വീട്ടിലത്തെ ആടും, തന്നെ ആടും. അവൻ കിടക്കാൻ വയ്യ, അത്ര ഉള്ളു. ഞാൻ കൊടുത്തിട്ടാ കൊണ്ടുവന്നത്.
അപ്പം ഞങ്ങൾ ഫുഡ് അടിയിലേക്ക് കിടന്നു. അപ്പം ഞാൻ വീഡിയോ ആയിട്ട് വന്നപ്പോൾ ഞാനാണെങ്കിൽ എന്താ വയറ് ചീത്തയാക്കലെന്നൊക്കെ എന്നോട് പറഞ്ഞു. ഞാനതൊന്നും മൈൻഡ് ചെയ്തില്ല. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. എനിക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ. എല്ലാവരും വർത്താനവും പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കുക്ക് ചെയ്ത് അങ്ങനെ കഴിക്കുമ്പോൾ നല്ല രസമല്ലേ. അപ്പോൾ പിന്നെ ഒരു 12 മണിയായപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി. 11:30 ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഓക്കെ ബൈ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം.